അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവിൽ നിന്ന് വിപരീതമായി ഇന്ന് അല്പം കർമ്മശാസ്ത്രം പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഖുതുബകളിൽ സാധാരണ പരാമർശിക്കാത്തതും ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാത്തതുമായ കാര്യമാണത്. എന്നാൽ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഇക്കാര്യം പരാമർശിക്കേണ്ടതുണ്ട് എന്നതിനാലാണ് ഇന്ന് കർമ്മശാസ്ത്ര സംബന്ധിയായ ചില സംഗതികൾ ഖുതുബയിൽ പരാമർശിക്കേണ്ടി വരുന്നത്. കേരളത്തിൽ ഇപ്പോൾ വഖഫ് ഒരു വലിയ വിഷയമായി തീർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് മുനമ്പത്ത് 610 കുടുംബങ്ങൾ, ക്രൈസ്തവ സമൂഹം ഭൂരിപക്ഷമുള്ള 610 കുടുംബങ്ങൾ അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. അതിന് കാരണം അവർ വഖഫ് ഭൂമിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അവർ നേരിട്ട് കയ്യേറിയതൊന്നുമല്ല. അവരുടെ പൂർവികരായ ആരൊക്കെയോ കാശ് കൊടുത്ത് സാധാരണ നിലക്ക് വിലയ്ക്ക് വാങ്ങി വീട് വെച്ച് തലമുറകളായി താമസിച്ച് വരികയാണ്. ഇപ്പോഴത് വഖഫ് ഭൂമിയാണ് എന്ന കാരണത്താൽ വഖഫ് ബോർഡ് അവരോടവിടെ നിന്ന് കുടിയൊഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ 610ഓളം കുടുംബങ്ങൾ കുടിയൊഴിഞ്ഞു പോകാൻ നിർബന്ധിതരാണ്. അതിനെതിരെയുള്ള സമരത്തിലാണ് അവരുള്ളത്. ഭാഗ്യവശാൽ കേരളത്തിലെ അറിയപ്പെട്ട മുസ്ലിം സംഘടനകളെല്ലാവരും പ്രത്യക്ഷത്തിലെങ്കിലും ആ കുടുംബങ്ങളോടൊപ്പമാണ് എന്നുള്ളത് ആശ്വാസം നൽകുന്ന സംഗതിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ മിക്ക മുസ്ലിം സംഘടനകളും അവരോടൊപ്പമാണ്. കുടിയൊഴിയേണ്ടതില്ല, അവർക്കവിടെ താമസിക്കാം എന്ന വളരെ ഉദാരപൂർണമായ നിലപാടാണ് മുസ്ലിം സംഘടനകൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് വഖഫ്, വഖഫ് കൊണ്ടുദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഉണ്ടായി തീർന്നത് എങ്ങനെയാണ്, അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന സംഗതിയിലേക്ക് ഒരു അന്വേഷണം നടത്തുകയാണ്. യഥാർത്ഥത്തിൽ വഖഫ് നേർക്കുനേരെ ഖുർആൻ പറഞ്ഞ സംഗതിയല്ല. ഖുർആനിൽ വഖഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാമർശങ്ങളില്ല. ഖുർആനിൽ നേർച്ചയുണ്ട്, സദഖയുണ്ട്, അതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന നിർദ്ദേശമുണ്ട്. ഇതൊക്കെ കൂടി ചേർന്ന് ഒരു പ്രത്യേകമായ
ഒരു കാര്യം ഉണ്ടായിത്തീർന്നതാണ് വഖഫ്. വഖഫ് വസിയ്യത്താണോ, അതല്ല സദഖയാണോ, അതല്ല നേർച്ചയാണോ എന്ന കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും വഖഫുണ്ട്. വഖഫ് എന്നത് പണം അധികമായി ഉള്ള അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ അവരുടെ സമ്പത്ത് കാലാകാലത്തേക്ക് മാറ്റിവെക്കുന്ന ഏർപ്പാടിനാണ് വഖഫ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് വഖഫ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതും. വഖഫ് ഒരു വിശുദ്ധ സംഗതിയായി ആണ് പലപ്പോഴും കരുതപ്പെടാറുള്ളത്. വഖഫ് ഭൂമി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിശുദ്ധ ഭൂമിയാണ്, വഖഫ് സ്വത്തെന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ സ്വത്താണ് എന്നൊക്കെയാണ് കരുതപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സ്വന്തം മക്കൾക്ക് വഖഫ് ചെയ്യാം. എൻ്റെ മക്കൾ പരമ്പരയ്ക്ക് വേണ്ടി ഞാൻ 1 ഏക്കർ സ്ഥലം വഖഫ് ചെയ്യുന്നു, അങ്ങനെ വഖഫ് ചെയ്യാം. അങ്ങനെ പണ്ട് രാജാക്കന്മാരൊക്കെ വഖഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വഖഫ് ചെയ്താൽ ആ സ്വത്ത് പരമ്പരാഗതമായി എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആകെപ്പാടെയുള്ളൊരു പ്രശ്നം അത് അനന്തരാവകാശ സ്വത്തായിട്ട് മാറുകയില്ല എന്നുള്ളതാണ്. അനന്തര സ്വത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. ആ 1 ഏക്കർ സ്വത്ത് എപ്പോഴും 1 ഏക്കറായിട്ട് അവിടെ ഉണ്ടാകും. അത് മക്കൾക്ക് എപ്പോഴും അതിൽ നിന്നുള്ള ആദായം എടുക്കാം, അത് ഉപയോഗിക്കാം, അതവിടെ കിടക്കും. അപ്പോൾ വഖഫ് എന്ന് പറയുന്നത് എല്ലാം മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് വിചാരിക്കരുത്. വഖഫ് മതപരമാകുന്നത് മതകീയ കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ്. സ്വന്തത്തിന് വഖഫ് ആക്കാം, ഞാൻ എനിക്ക് വഖഫ് ചെയ്യും, അങ്ങനെയുണ്ട്. ഇമാം അബൂ ഹനീഫ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇദാ വഖഫ ഷൈഅൻ ലിഅൻ യുൻഫഖ മിൻഹു അലാ നഫ്സിഹി യസിഹു. സ്വന്തം കാര്യത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ വഖഫ് ചെയ്യുന്നു 1 ഏക്കർ ഭൂമി, ആ ഭൂമി അത് എനിക്ക് വേണ്ടി ഞാൻ വഖഫ് ചെയ്തതാണ് എന്ന് വെച്ചാൽ ആ ഭൂമി ഏതെങ്കിലും മതപരമായ കാര്യങ്ങൾക്കോ മറ്റോ അല്ല, അതിനു വേണ്ടി വഖഫ് ചെയ്യാം. പഴയ കാലത്ത് വഖഫ് എന്ന് പറയുന്നത് വെളിക്കിരിക്കാൻ, ഇന്നത്തെ പോലെ കക്കൂസും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് വെളിക്കിരിക്കാൻ ഏക്കർ കണക്കിന് ഭൂമി വഖഫ് ചെയ്തിരുന്നു. അപ്പോൾ ആളുകൾക്ക് അവിടെ വെളിക്കിരിക്കാം, അതാണ് ആ വഖഫിൻ്റെ ഉദ്ദേശം. പട്ടികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഭക്ഷണമൊരുക്കുന്നതിന് വേണ്ടി, ഉറുമ്പിന് ഭക്ഷണമൊരുക്കുന്നതിന് വേണ്ടി, പക്ഷികൾക്ക് കൂട് കൂട്ടുന്നതിന് വേണ്ടി ഒക്കെ വഖഫ് ചെയ്തിരുന്നു. കിണർ കുത്തുന്നതിന് വേണ്ടി വഖഫ് ചെയ്തിരുന്നു, കുളം കുത്തുന്നതിന് വേണ്ടി വഖഫ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഭൂമി അല്ലെങ്കിൽ വസ്തുവകകൾ വഖഫ് ചെയ്യുക എന്നുള്ളത് പഴയ കാലത്തെയുള്ള ഏർപ്പാടാണ്. മറ്റുള്ള നേർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ സദഖയിൽ നിന്നൊക്കെ ഇത് വ്യത്യസ്തമാകുന്നത്, സദഖയോ നേർച്ചയോ അത് കഴിഞ്ഞാൽ അത് ഒരു സഹായം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ അവർ വീണ്ടും പട്ടിണിയാകും. അതേ സ്ഥാനത്ത് വഖഫ് എന്ന് പറയുന്നത് അവിടെ സ്ഥിരമായിട്ടുണ്ടാകും, അതിൻ്റെ വരുമാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് വഖഫും നേർച്ചയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. വഖഫ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഗതികൾ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടതുണ്ട്. അതിലൊന്ന്, വഖഫ് സ്വത്ത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പള്ളികളൊക്കെ പൊളിക്കുകയോ അല്ലെങ്കിൽ പള്ളികൾ പുനർനിർമ്മിക്കുകയോ ചെയ്യുമ്പം പഴയ പള്ളിയുടെ ഓടും ഇഷ്ടികകളും കല്ലും ഒക്കെ വെറുതെ അങ്ങനെ കിടക്കും. മരങ്ങളൊക്കെ അത് വിൽക്കൂല, മറ്റാർക്കും കൊടുക്കൂല. അതിങ്ങനെ ദ്രവിച്ച് നശിച്ച് ഒന്നിനും കൊള്ളാത്ത വിധത്തിലായിത്തീരും. അതിൻ്റെ കാരണം പറയാറുള്ളത് വഖഫാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ വഖഫ്? വഖഫ് എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ ഒരു സംഗതിയെ മാറ്റുന്നതിനാണ്. അല്ലാതെ വഖഫ് ഇങ്ങനെ നശിപ്പിക്കാനോ കുറേ വഖഫ് സ്വത്തുകളൊക്കെ കൂടിയിട്ടൊരു കോർപ്പറേറ്റ് സ്ഥാപനം ഉണ്ടാക്കാനോ അല്ല. ഇന്ന് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ കുറേ സ്വത്തുക്കൾ ആരൊക്കെയോ പഴയ കാലത്ത് അറിഞ്ഞോ അറിയാതെയോ വിവരം കൊണ്ടോ വിവരക്കേട് കൊണ്ടോ ഒക്കെ കൊടുത്തു എന്ന് കരുതുന്നതോ ആയ സ്വത്തുക്കൾ മൊത്തം ഒരുമിച്ച് കൂട്ടി ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായിട്ട് മാറുകയാണ് വഖഫ് ബോർഡുകൾ. അതിനാണോ, അങ്ങനെയാണോ വഖഫ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? മുനമ്പത്തെ കേസിലേക്ക് വരാം. മുനമ്പത്ത് 610 കുടുംബങ്ങൾ വഖഫ് ഭൂമിയിൽ താമസിക്കുന്നു. അവരുടെ പൂർവികർ അത് വില കൊടുത്ത് വാങ്ങിയതാണ്. വില കൊടുത്ത് വാങ്ങിയിട്ടൊന്നുമില്ല, അവരവിടെ കയ്യേറി താമസിക്കുകയാണ്. നോക്കുക. എങ്കിൽ വഖഫിൻ്റെ താല്പര്യമനുസരിച്ച് എന്താ വേണ്ടത്? വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വ്യക്തമായിട്ട് കിതാബുകളിലൊക്കെ വഖഫ് പറഞ്ഞെടുത്ത് പറയുന്നു, അത് മിസ്കിന്മാർക്കുള്ളതാണ്. അബൂ യൂസുഫ് പറയുന്നു,
അന്നഹു ഇദാ ഖാല ഹിയ സദഖത്തുൻ മൗഖൂഫത്തുൻ മുത്ലഖൻ, ഒരു വഖഫ് ഭൂമിയാണിത് എന്ന് നിരുപാധികമായി നിശ്ചയിക്കപ്പെട്ടാൽ ഫഖദ് ഔജബഹാലിൽ മസാക്കീൻ, അത് മിസ്കീന്മാർക്കുള്ളതാണ്. അടിസ്ഥാനപരമായി വഖഫ് ഭൂമി മിസ്കീന്മാർക്കുള്ളതാണ്. അപ്പം മുനമ്പത്ത് വഖഫ് ഭൂമിയുണ്ട്. ആ വഖഫ് ഭൂമിയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ കുറേ ആളുകൾ താമസിക്കുന്നു. അവർ ക്രൈസ്തവരോ യഹൂദരോ മുസ്ലിങ്ങളോ അല്ലാത്തവരോ ഒക്കെ ആവട്ടെ, ആരോ ആവട്ടെ, അവിടെ 10-600 കുടുംബങ്ങൾ താമസിക്കുന്നു. അവർ കയ്യേറിയതാണെന്ന് തന്നെ വെക്കുക, മറ്റതൊക്കെ അങ്ങ് മറന്നു കളയാം. എങ്കിൽ പോലും യഥാർത്ഥത്തിൽ വഖഫിൻ്റെ താല്പര്യമനുസരിച്ച് അവരവിടെ താമസിക്കട്ടെ എന്ന് വെക്കുകയാണ് വേണ്ടത്. ഇറങ്ങിപ്പോകാൻ പറയാനൊരു വകുപ്പുമില്ല. കാരണം വഖഫ് മിസ്കീന്മാർക്കുള്ളതാണ്, മുസ്ലിമായ മിസ്കീനല്ല കേട്ടോ, അഗതികളായ മനുഷ്യർക്കുള്ളതാണ്. അത് മതമുള്ളവരാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും യഹൂദരാണെങ്കിലും ആരാണെങ്കിലും അവിടെ അവർ താമസിക്കുക എന്നുള്ളതാണ് വഖഫിൻ്റെ താല്പര്യം. അപ്പോൾ അവിടെ നിന്ന് അവർ ഇറങ്ങിപ്പോകാനോ ഇറക്കി വിടാനോ വഖഫ് അനുസരിച്ച് പാടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള വഖഫ് നിയമമോ, നമ്മുടെ നാട്ടിലുള്ള വഖഫ് നിയമം മറ്റെല്ലാ നിയമങ്ങളും പോലെ ഖുർആനിക വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. നമ്മുടെ നാട്ടിലുള്ള ശരീഅത്ത് നിയമം ഖുർആനികമാണോ? അല്ല. 99% നിയമങ്ങളും ഖുർആനികമല്ല. അതുപോലെ തന്നെയാണ് നാട്ടിലുള്ള വഖഫ് നിയമവും, അത് ഖുർആനികമോ ഇസ്ലാമികമോ അല്ല എന്ന് മനസ്സിലാക്കണം. ഒരാൾ വഖഫ് ചെയ്യുന്നു, അർലി ഹാദിഹി മൗഖൂഫ, എൻ്റെ ഈ ഭൂമി വഖഫാണ് എന്നൊരാൾ നിയത്ത് ചെയ്താൽ, ഇന്നഹ തക്കൂനു മൗഖൂഫത്തുൽ മസാക്കീൻ, അത് മനുഷ്യരാശിയിലുള്ള അഗതികളായ ആളുകൾക്കുള്ളതാണ്. അവർക്കവിടെ വീട് വെച്ച് താമസിക്കാം, അവർക്കവിടെ കൃഷി ചെയ്യാം, അവർക്കവിടെ മറ്റ് സംഗതികളൊക്കെ നടത്താം. അത് വഖഫാണെങ്കിൽ അത് മിസ്കീന്മാർക്കുള്ളതാണ് എന്ന് ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിലെ പ്രമുഖരായ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നു. ഇനി ഷാഫി ഇമാം പറയുന്നതോ, ഇദാ വഖഫ ഷൈഅൻ വലം യദ്കുരി സബീൽ, ഒരാൾ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഒരു ഭൂമി വഖഫ് ചെയ്തു, അതിൻ്റെ പ്രത്യേകമായ ഡിമാൻഡുകൾ ഷർത്തുകളൊന്നും പറഞ്ഞില്ല എങ്കിൽ യുസരിഫുഹു ഫി വുജൂഹിൽ ബരി, നന്മയുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് വിനിയോഗിക്കാം, ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയും ആ ഭൂമി വിനിയോഗിക്കാം എന്ന് ഇമാം ഷാഫി പറയുന്നു. അപ്പോൾ വഖഫ് ഭൂമി അല്ലെങ്കിൽ വഖഫ് സ്വത്ത് ഏതെങ്കിലും ഒരു നിശ്ചിത കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഇനി പള്ളിയുടെ സ്വത്ത് തന്നെ വെക്കാം. പള്ളിയുടെ സ്വത്ത് അതാണല്ലോ വഖഫ് ഭൂമികളിൽ ഏറ്റവും വിശുദ്ധമെന്ന് സങ്കല്പിക്കപ്പെടുന്നത്, പള്ളിയുടെ സ്വത്താണല്ലോ. പള്ളിയുടെ സ്വത്തിനോടുള്ള സമീപനം എന്തായിരിക്കണം? അത് കാലാകാലങ്ങളിൽ പള്ളിയുടെ സ്വത്ത് പള്ളിയുടെ സ്വത്തായിട്ട് തന്നെ നിർത്തണോ, അതല്ലാതെ വിൽക്കാമോ, വെറുതെ കൊടുക്കാമോ, അതങ്ങനെ അവിടെ വെക്കലാണോ വഖഫിൻ്റെ നിയമം? എങ്കിൽ റസൂലുള്ള ആയിഷ ബീവിയോട് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ആയിഷ, ഈ നാട്ടുകാരെന്നെ ആക്ഷേപിക്കും എന്ന് ഞാൻ ആശങ്കിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഈ കഅബയിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സ്വത്തുക്കളൊക്കെയും എടുത്ത് ഞാൻ ജനങ്ങൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ കഅബയിലുള്ള കൻസ് എന്നാണ് പറഞ്ഞത്. കഅബയിൽ നേർച്ചയായിട്ടും അല്ലാതെയുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വത്തൊക്കെ എടുത്തിട്ട് ഞാൻ ജനങ്ങൾക്ക് വിതരണം ചെയ്യുമായിരുന്നു, ജനങ്ങൾ എന്നെ ആക്ഷേപിക്കുമെന്ന് ഞാൻ ആശങ്കിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. എന്ന് വെച്ചാൽ മനുഷ്യർക്ക് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് എന്തിനാ? ഈ ബഷീറിൻ്റെ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, പൊൻകുരിശ് തോമ, ദൈവത്തിനെന്തിനാ പൊൻകുരിശെന്ന്. അതുപോലെ പടച്ചോൻ എന്തിനാ ഈ കണ്ട ഏക്കർ കണക്കിന് സ്ഥലം? പടച്ചോൻ എന്തിനാണ് ഇത്രയധികം സ്വത്ത്? ഇത് മനുഷ്യർക്കുള്ളതല്ലേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കേരളത്തിലെ ഓരോ മനുഷ്യനും ലക്ഷക്കണക്കിന് രൂപ കൊടുത്താലും കോടികൾ കൊടുത്താലും ബാക്കിയാവുന്ന സ്വത്ത് നിക്ഷേപം ഉണ്ടത്രേ. എന്തിനാണ് അനന്തപത്മനാഭന് ഇത്രയും സ്വത്ത്? എന്തിനാണ് വഖഫ് ഭൂമികൾ ഇങ്ങനെ കൈകാര്യം ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? മനുഷ്യർക്കുള്ളതല്ലേ ഇത്? അഗതികളായി വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ സ്വന്തം മഹലിലുണ്ടെങ്കിലും ഏക്കർ കണക്കിന് സ്വത്ത് വഖഫ് എന്നും പറഞ്ഞിട്ട് കൈവശം വെക്കും. എന്നിട്ട് വല്ലതും ചെയ്യോ? ഒന്നും ചെയ്യൂല. കൃഷി നടത്തുവോ? നടത്തൂല. ഇതങ്ങനെ അവിടെ വെക്കും, വഖഫ് സ്വത്താണ്. എങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവം അറിയണം. ഉമർ റളിയല്ലാഹു അൻഹു കൂഫയിലെ ഗവർണറായ സഅദിനൊരു കത്തെഴുതി. ആ കത്തിങ്ങനെയാണ്: സഅദേ, കൂഫയുടെ പ്രധാനപ്പെട്ട സ്ഥലത്തൊരു പള്ളിയുണ്ട് എന്ന് നമ്മൾ അറിയുന്നു.
ആ പള്ളി ഉടൻ തന്നെ അവിടുന്ന് പൊളിച്ചു മാറ്റി അവിടെ മാർക്കറ്റ് പണിയണം. പള്ളി വേറെ സ്ഥലത്ത് മതി, കാരണം ഈ കണ്ണായ സ്ഥലത്ത് മാർക്കറ്റാണ് വേണ്ടത്, പള്ളിയല്ല. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് നഖല മസ്ജിദ് അൽ കൂഫ അൽ ഖദീം ഇലാ മക്കാനിൻ ആഖർ വസാർ അൽ അവ്വല സൂഖൻ ലിൽ തമാരീൻ. ഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് ഫിഖ്ഹു സുന്നയിലുള്ളതാ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഉൽപ്പതിഷ്ണു വിഭാഗങ്ങൾ വായിക്കുന്ന ഒരു ഫിഖ്ഹി ഗ്രന്ഥമാണ് ഫിഖ്ഹു സുന്ന, സയ്യിദ് സാബിക്കിൻ്റെ. ആ സയ്യിദ് സാബിക്കിൻ്റെ ഫിഖ്ഹു സുന്നയിലുള്ളതാണ് ഇക്കാര്യം. ഉമർ ഇബ്നുൽ ഖത്താബ് കൂഫയിലെ പഴയ പള്ളി അവിടെ നിന്ന് പൊളിച്ചു മാറ്റി മറ്റൊരു സ്ഥലത്ത് പണിയുകയും അവിടെ ഈത്തപ്പഴം വിൽക്കുന്ന ചന്ത സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ്. ഇക്കാര്യം പറഞ്ഞിട്ട് സയ്യിദിന് കത്തെഴുതുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഉമറിന് ദീൻ തിരിയാത്ത ആളല്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉപകരിക്കുക എന്നുള്ളതാണ് വഖഫ് സ്വത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകണം. റോഡിൻ്റെ നടുക്ക് പള്ളി, അപ്പുറത്തൂടെയും റോഡ് ഇപ്പുറത്തൂടെയും റോഡ്, നാനാഭാഗത്തും റോഡ്. ഈ പള്ളി പൊളിക്കാൻ പറ്റൂല, വഖഫാണ്. അത് പൊളിച്ചിട്ട് അപ്പുറത്ത് സ്ഥാപിച്ചിട്ട് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതാൽ പള്ളിക്ക് നല്ല വരുമാനമായി, മനുഷ്യർക്ക് ഉപകാരമായി. പക്ഷേ ചെയ്യൂല. കണ്ണായ സ്ഥലങ്ങളിൽ ഖബർസ്ഥാൻ, റോഡിൻ്റെ നഗരത്തിൻ്റെ മധ്യത്തിൽ, അവിടെ നിന്ന് അല്പം അങ്ങോട്ട് ഉള്ളോട്ട് പോയാൽ അവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഈ സ്ഥലം വെറുതെ അങ്ങനെ കിടക്കുകയാണ്. ഇതിനല്ല വഖഫ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ സ്വത്തുക്കളോ ഭൂമിയോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിൽ വഖഫ് നിയമമാക്കിയിട്ടുള്ളത്. അബൂ ഹനീഫ ഇമാം പറയുന്നു, യസ്ഹുൽ വഖഫു അലൽ മസീഹ് അജാസൽ ഹനഫിയ ഇജാറത്തുൽ വഖഫി ബിമുദ്ദത്തി സന. ദീർഘകാലത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുകയോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് അനുവദനീയമാണ് എന്ന് ഇമാം അബൂ ഹനീഫ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക്, അതാണല്ലോ ഇന്ന് മറ്റൊരു പ്രശ്നം. അവിടെ ക്രിസ്ത്യാനികളല്ലേ, വഖഫ് ഭൂമി അള്ളാൻ്റെതല്ലേ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം ദൈവമാണ് എന്നുള്ള സങ്കല്പത്തിലാണ് ഈ പറയുന്നത്. വഖഫ് ഭൂമി അള്ളാൻ്റെതല്ലേ, അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികളല്ലേ, ഇത് പറ്റുമെന്നാണ്. ഞാൻ ഇതേ വാദം ഉന്നയിക്കുന്ന പുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും കൈകളിലിരിക്കുന്ന കിതാബ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു. ദഹബൽ ഹനഫിയ, അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ് പറയുന്നു, ഇലാ അന്നഹു യസ്ഹുൽ വഖഫു അലാ മഅലൂമിൻ ഔ മഅദൂമിൻ മുസ്ലിമിൻ ഔ ഗൈരി മുസ്ലിമിൻ ഔ മജൂസിയിൻ. ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയോ യഹൂദർക്ക് വേണ്ടിയോ മജൂസികൾക്ക് വേണ്ടിയോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ മുസ്ലിങ്ങളല്ലാത്തവർക്ക് വേണ്ടിയോ വഖഫ് അനുവദനീയമാണ്. ഇമാം അബൂ ഹനീഫ പറയാണ്, ഫിഖ്ഹു സുന്നയാണ് കേട്ടോ, ഇമാം അബൂ ഹനീഫ പറഞ്ഞതാണ്. മറ്റൊരിടത്ത് പറയുന്നു, യസ്ഹുൽ വഖഫു അലൽ മസീഹിയ്യീന, പ്രത്യേകിച്ച് പറയുന്നു യസ്ഹുൽ വഖഫു അലൽ മസീഹിയ്യീന, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വഖഫ് ചെയ്യൽ അനുവദനീയമാണ്, സഹീഹാണ്. കമാ യജൂസു സദഖത്തു അലൈഹിം, അവർക്ക് സദഖ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമായതുപോലെ. ഫിഖ്ഹു സുന്ന, അവർക്ക് സക്കാത്ത് സദഖ കൊടുക്കൽ അനുവദനീയമായതുപോലെ അവർക്ക് വേണ്ടി വഖഫ് ചെയ്യൽ സഹീഹാണ് എന്ന് പറയുന്നു. എന്നിട്ട് അതിന് തെളിവെന്താണെന്നറിയോ? തെളിവറിയണം. വർഗീയത പറഞ്ഞിട്ട് അവർക്ക് പറ്റൂല, സക്കാത്ത് കൊടുക്കരുത്, അവർക്ക് സദഖ കൊടുക്കരുത്, അവർക്ക് വഖഫ് ചെയ്യരുത് എന്നൊക്കെ വർഗീയത പ്രസംഗിക്കുന്ന മല്ലമാർ അറിയണം. വഖഫത്ത് സഫിയ ബിൻതു ഹുയൈ സൗജത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ഭാര്യയായ സഫിയ ബീവി വഖഫ് ചെയ്തു അലാ അഖിൻ ലഹ, അവരുടെ ഒരു സഹോദരന്, യഹൂദിയായ തൻ്റെ സഹോദരന് വേണ്ടി പ്രവാചകന്റെ പത്നിയായ സഫിയ ബീവി വഖഫ് ചെയ്തു ഒരു സ്വത്ത്. സഫിയ ബീവിക്ക് വിവരമില്ല എന്ന് പറയോ? അപ്പോൾ യഹൂദിയായ സഹോദരന് വേണ്ടി വഖഫ് ചെയ്ത സഫിയ ബീവിയുടെ മാതൃകയാണോ നമ്മൾ പിൻപറ്റേണ്ടത്? അതല്ല വർഗീയത പറയുന്നവരുടെ മാതൃകയാണോ? യഥാർത്ഥത്തിൽ മുനമ്പത്ത് താമസിക്കുന്ന ക്രൈസ്തവർ പണ്ട് വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള മെറിറ്റിലേക്കൊന്നും പോകാതെ
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ അവിടെ അവർ താമസിക്കുന്നു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ വഖഫിൻ്റെ താല്പര്യമനുസരിച്ച് അവർ അവിടെ തന്നെ താമസിക്കേണ്ടതാണെന്നും അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്നത് ഹറാമാണെന്നും ഫത്വ നൽകേണ്ടി വരും. പാടില്ലാത്തതാണത്. കാരണം അത് അവർക്കുള്ളതാണ്, അവിടെ താമസിക്കുന്ന മിസ്കിന്മാർക്കുള്ളതാണ്. അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചിട്ട് എന്താ ചെയ്യുക? എന്നിട്ട് ഈ വഖഫ് ഭൂമി എന്ത് ചെയ്യും? ഈ വഖഫ് ബോർഡിൻ്റെ കീഴിൽ വരും, എന്നിട്ട് അതവിടെ കിടക്കും. യഥാർത്ഥത്തിൽ വഖഫ് ഭൂമികളെല്ലാം വഖഫ് ബോർഡ് പിടിച്ചെടുക്കുകയല്ല വേണ്ടത്, പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ കുടിയില്ലാത്ത, വീടില്ലാത്ത, താമസിക്കാൻ ഇടമില്ലാത്ത ആളുകളുണ്ട്, വരുമാനമില്ലാത്ത പാവങ്ങളുണ്ട്. അവർക്ക് അത് വീതിച്ചു കൊടുക്കണം, അവരവിടെ താമസിക്കട്ടെ എന്ന് വെക്കണം, അവർക്ക് വീട് പണിത് കൊടുക്കണം. അല്ലാതെ വഖഫ് ഭൂമിയൊക്കെ പിടിച്ചെടുത്തിട്ട് വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനം പോലെ വഖഫ് ബോർഡ് മാറുക എന്നുള്ളതല്ല ഇതിൽ നിന്ന് ഇത് മനസ്സിലാക്കേണ്ടത്. അത് മനുഷ്യർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ കെട്ടിക്കിടക്കുന്ന മുതലാളിമാരിൽ നിന്ന്, ഒരുപാട് ഭൂസ്വത്തുകൾ കെട്ടിക്കിടക്കുന്ന മുതലാളിമാരിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് വഖഫ് ഉണ്ടാക്കിയത്. അത് തന്നെ മറ്റൊരു കോർപ്പറേറ്റായി മാറി. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഏക്കറുകളും ഹെക്ടറുകളും കൈവശം വെച്ച മുതലാളിമാരുണ്ട്. അവർ ജനങ്ങൾക്ക് കൊടുക്കാൻ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് റസൂലുള്ള, ഇങ്ങനെ വഖഫ് ചെയ്യും, അപ്പോൾ അവർക്കത് കൊടുക്കും, മനുഷ്യർക്ക് കിട്ടി. ഇതാണ്. ഇനി വഖഫ് സ്വത്ത് വിൽക്കാമോ? വഖഫ് സ്വത്ത് വിൽക്കാമോ? വിൽക്കാമെന്ന് മാത്രമല്ല, അത് മറ്റ് കാര്യങ്ങളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ജവാസു ഇസ്തിബ്ദാലിൽ വഖഫി വ ബൈഇഹ. നിങ്ങൾ നോക്കണം, അസാസ് എന്ന് പറയുന്ന സയ്യിദ് ഹവ്വയുടെ ഒരു പുസ്തകമുണ്ട്, ഒരു കിതാബുണ്ട്. കിതാബ് എന്നൊക്കെ പറയുമ്പോഴല്ലേ ബഹുമാനം ഉണ്ടാവുള്ളൂ. ഈ കിതാബിൽ ഒരു ഹെഡിങ് എന്താണെന്നറിയാമോ? ജവാസ് ഇസ്തിബ്ദാലിൽ വഖഫി വ ബൈഇഹ. വഖഫ് സ്വത്ത് മാറ്റുന്നതും വിൽക്കുന്നതും സംബന്ധിച്ച് അത് അനുവദനീയമാണ് എന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. എന്ന് വെച്ചാൽ വഖഫ് സ്വത്ത് വെച്ച് മാറാം, പക്ഷെ അതിനൊരൊറ്റ നിബന്ധനയേ ഉള്ളൂ. എന്താണത്? അങ്ങനെ വെച്ച് മാറുമ്പോൾ ഇതിനേക്കാൾ അത് നന്നായിരിക്കണം എന്ന ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. എങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, വെച്ച് മാറാം. അതുപോലെ വിൽക്കുകയുമാകാം. എന്നിട്ട് ആ സ്വത്ത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം, മനുഷ്യർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ. അപ്പോൾ വളരെ ഫ്ലെക്സിബിളാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ മറ്റൊരു കാര്യം കൂടി അറിയണം. വഖഫ് ഇസ്ലാമികമല്ല എന്ന് അഭിപ്രായപ്പെട്ട സഹാബിയുണ്ട്. അതാരാണെന്നറിയാമോ? അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു അബ്ബാസ് പറയുന്നു, ഖാല ഇബ്നു അബ്ബാസ് ലാ ഹബ്സ ബഅദ നുസൂലി സൂറത്തിൻ നിസാ. അനന്തരാവകാശം ഉൾപ്പെടുന്ന പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തുൻ നിസാ ഇറങ്ങിയതിന് ശേഷം വഖഫ്, ഹബ്സ് എന്നാണ് വഖഫിന് പറയുക, വഖഫ് നിയമം റദ്ദ് ചെയ്യപ്പെട്ടു, അങ്ങനെ ഒരു നിയമം ഇല്ലാതായി എന്നുള്ളതാണ് ഇബ്നു അബ്ബാസിൻ്റെ അഭിപ്രായം. അങ്ങനെ അഭിപ്രായമുണ്ട്. ഇതും കൂടി അറിയണം ജനങ്ങൾ. ഇതെന്തോ ഒരു വലിയ സംഭവമാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നടക്കേണ്ടതാണ് പറയുന്നത്. വഖഫ് ഉണ്ടായിക്കോട്ടെ, നല്ലതാ, അത് കൊടുത്തോളൂ. പക്ഷേ അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത എന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിചാരിക്കേണ്ട. പക്ഷേ ഇതിനെ വിമർശിച്ചോ നിരൂപണം ചെയ്തോ മറ്റ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ഹാദ, ഈ അഭിപ്രായത്തെക്കുറിച്ച് പറയുന്നു, ഇത് ഇജ്തിഹാദു സഹാബി, ഒരു സഹാബിയുടെ ഇജ്തിഹാദ് മാത്രമാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞതിനെക്കുറിച്ച് മറ്റുള്ളവർ പറയാണ്, ഇതൊരു സഹാബിയുടെ ഇജ്തിഹാദ് മാത്രമാണ്. ഇവിടെയാണ് കേട്ടോ അങ്ങനെ പറയുള്ളൂ. നമ്മൾ വേറെ എവിടെയെങ്കിലും പറഞ്ഞല്ലോ സഹാബിനെ കുറ്റം പറഞ്ഞു എന്ന് പറയും. ഇവിടെ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യനും മുഫസ്സിറുമായിട്ടുള്ള ഒരു സഹാബിയുടെ അഭിപ്രായത്തെക്കുറിച്ച് പറയുന്നത്, ഇതൊരു ഇജ്തിഹാദ് സഹാബി മാത്രമാണ്. ലൈസ ബി ഹുജ്ജത്തിൻ, പക്ഷേ അത് തെളിവല്ല. വലൗ ഖദ്ദർന അന്നഹു യുരീദുൽ വഖഫ, അദ്ദേഹം ഹബ്സ് എന്നതുകൊണ്ട് വഖഫാണ് ഉദ്ദേശിച്ചതെങ്കിൽ ലക്കാന മഹ്ജൂബൻ ബിൽ അദില്ലത്തി സഹിഹ, മറ്റ് തെളിവുകൾ വെച്ചുകൊണ്ട് അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് ഇബ്നു അബ്ബാസിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് മറ്റ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഇബ്നു അബ്ബാസിനെ പോലുള്ള സഹാബികളിൽ ചിലർ ഇങ്ങനെ വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞവരുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊരു വിശുദ്ധ പശുവല്ല, ഇങ്ങനെ കുന്നുകൂട്ടി വെക്കാനുള്ളതുമല്ല. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അറകളിലെവിടെയോ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കോടിക്കണക്കിന് കിലോ സ്വർണം പോലെ വെക്കാനുള്ളതല്ല ഇത്. ഇത് മനുഷ്യർക്ക് ഉപകരിക്കാതെ, കൃഷി ചെയ്യാതെ വെറുതെ ഇടാനുള്ളതുമല്ല. മറിച്ച്
ഇത് മനുഷ്യർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ വിതരണം ചെയ്യാനുള്ളതാണ്. അതിനു വേണ്ടിയാണ് വഖഫ് എന്നത് ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു കോർപ്പറേറ്റ് സ്ഥാപനമാക്കാനുള്ളതല്ല, മനുഷ്യരെ കുടിയൊഴിപ്പിക്കാനുള്ളതല്ല, മനുഷ്യരെ കുടിയിരുത്താനുള്ളതാണ്. ഇറങ്ങിപ്പോകാൻ പറയാനുള്ളതല്ല, കയറി വരൂ മക്കളെ എന്ന് പറയാനുള്ളതാണ്, ചേർത്ത് പിടിക്കാനുള്ളതാണ്. ഇതിനാണ് വഖഫ്. അതിനു വേണ്ടിയാണത് നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നി അബ്ദുല്ലാഹി ഇബ്നി അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അല്ലദീന ജാഹദൂ ബി അംവാലിഹിം ഫീ സബീലില്ലാഹ് വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. വഖഫ് സ്വത്ത് നമ്മുടെ നാട്ടിൽ വളരെ വലിയ തോതിൽ ഉണ്ട്. പഴയകാലത്ത് നോർത്ത് ഇന്ത്യയിൽ മുഗളന്മാരും സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ടിപ്പു, ഹൈദരലി പോലുള്ള സുൽത്താൻമാരും നമ്മുടെ കേരളത്തിൽ അറക്കൽ രാജവംശവുമൊക്കെ ധാരാളമായി ഭൂമികൾ വഖഫ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സാമൂതിരിയെ പോലുള്ള രാജാക്കന്മാരും ഭൂമി വഖഫ് എന്ന നിലക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അന്യാധീനപ്പെട്ടതിൻ്റെ ബാക്കി വെറുതെ കിടക്കുകയാണ്. പലയിടത്തും വെറുതെ കിടക്കുകയാണ്. ഖബർസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭൂമികൾ. ഞാൻ നേതാക്കളുടെയും ചിന്താശീലരായ ജനങ്ങളുടെയും ആലോചനയ്ക്കായി ചില കാര്യങ്ങൾ പറയുകയാണ്. ഖബർസ്ഥാൻ ഭൂമികളൊക്കെ ഒന്നും ചെയ്യാതെ വെറുതെ കിടക്കണം എന്ന് വല്ലയിടത്തും ഉണ്ടോ? ഏക്കർ കണക്കിന് 10-20 ഏക്കർ ഭൂമി മധ്യത്തിൽ നമുക്ക് കാണാം. അവിടെ എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കും. അതൊന്നും ചെയ്യാതെ ശ്മശാനം മാത്രമായിട്ട് ഉപയോഗപ്പെടുത്തണം, അവിടെ മറ്റൊരു കെട്ടിടവും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ആരാണ് നമ്മെ പഠിപ്പിച്ചത്? ഒരു ഖബറിൽ അടുത്തയാളെ മറവ് ചെയ്യാൻ പാടില്ല എന്നാരാ നമ്മോട് പറഞ്ഞത്? 1-2 വർഷം കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് കുഴിച്ച് ആ എല്ലുകളൊക്കെ മാറ്റി അടുത്ത മയ്യത്ത് അതിൽ വെക്കുന്നതിനൊരു കുഴപ്പമില്ല. ഇന്ന് മക്കയിലും മദീനയിലും നടക്കുന്നത് എങ്ങനെയാ? മക്കയിലും മദീനയിലും മയ്യത്ത് വെക്കുമ്പോൾ തന്നെ ദ്രവിച്ചു പോകാനുള്ള രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ദ്രവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുകയും അടുത്ത മാസം തന്നെ അവിടെ വേറെ മയ്യത്ത് വെക്കുകയും ചെയ്യുന്നു. ഇതിങ്ങനെ കൂട്ടിയെടുത്ത് ഒരു മയ്യത്തിൻ്റെ മേൽ പിന്നെ മറ്റൊരു മയ്യത്ത് ആ ഖബറിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഏർപ്പാട്. അപ്പോൾ നമുക്ക് സിയാറത്ത് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് മനുഷ്യനെ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള ഏർപ്പാടാണത്. യഥാർത്ഥത്തിൽ റോഡുകൾക്ക് പോലും വിട്ടുകൊടുക്കില്ല. നല്ലൊരു റോഡ് വരുന്നിടത്ത് പോലും വിട്ടുകൊടുക്കില്ല. വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. ആലോചിക്കേണ്ടതാണ്. ഇതൊന്നും ഒരടിസ്ഥാനവുമില്ലാത്ത വെറും സെൻറ്റിമെൻറ്റ്സ് മാത്രമാണ്. ഒരടിസ്ഥാനമില്ല. അതിനാൽ കണ്ണായ സ്ഥലങ്ങളിലുള്ള ഭൂമിയൊക്കെ
നിർമ്മാണാത്മകമായ വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയും, അത് പള്ളിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, പക്ഷേ അത് നിർമ്മാണാത്മകമായ വിധത്തിൽ ഉപയോഗപ്പെടുത്താം. കാട് പിടിച്ച് കിടക്കുകയല്ല. ഇനി ഖബർസ്ഥാൻ്റെ കാര്യം എന്താണ്? ഖബർസ്ഥാനിലൊന്നും അങ്ങോട്ട് കയറാൻ പറ്റൂല. പാമ്പും പിന്നെ ഹിംസ്രാജീവികളൊക്കെ ഉള്ള വിധത്തിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. അതൊന്നും വൃത്തിയാക്കൂല. അതൊക്കെ വൃത്തിയാക്കി വെടിപ്പാക്കി മനുഷ്യന് ഉപകരിക്കുന്ന വിധത്തിൽ കെട്ടിടങ്ങളോ ഇനി ഒന്നും അല്ലെങ്കിൽ കൃഷി ചെയ്യാനെങ്കിലും മനുഷ്യർക്ക് കൊടുത്ത് നിർമ്മാണാത്മകമായ വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ വഖഫിൻ്റെ ഉദ്ദേശം. ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തണം. ഇത് ഖബർസ്ഥാൻ്റെ മാത്രം കാര്യമല്ല, അല്ലാത്ത ഭൂമികൾ തന്നെ ധാരാളം കിടക്കുകയാണ്, പാടങ്ങളും പറമ്പുകളുമായിട്ട്. അതൊക്കെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഇടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ന്യായം, അത് ക്രിസ്ത്യൻ പള്ളിക്ക് അങ്ങനെയില്ലേ, അമ്പലങ്ങൾക്ക് അങ്ങനെയില്ലേ? ഇത് ഈ കുട്ടികളുടെ മനസ്സ് ഒഴിവാക്കണം. സാറേ ഞാൻ മാത്രമല്ല ഓനും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ആ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ മനസ്സുണ്ടല്ലോ, അതല്ല വേണ്ടത്. മറ്റുള്ളവർ ചെയ്യുന്ന തിന്മകൾ നമ്മൾ പിന്തുടരണമെന്നാണോ? അല്ല, ഇവിടെ നമ്മൾ നന്മ ചെയ്ത് തുടങ്ങണമെന്നാണോ? എന്താണ് തീരുമാനിക്കേണ്ടത്? പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയാ, അത് അവിടെ ഉണ്ടല്ലോ, ഇതിവിടെ നടക്കുന്നുണ്ടല്ലോ. ഇത് കുട്ടികളുടെ, വിവേകമില്ലാത്ത കുട്ടികളുടെ വാദമുഖങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ കയ്യിലുള്ള വഖഫ് ഭൂമികൾ നിർമ്മാണാത്മകമായി കൈകാര്യം ചെയ്യണം. സ്വന്തം കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരെ ഏൽപ്പിക്കണം സമൂഹത്തിൽ. എന്നിട്ട് സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ അത് കൈമാറ്റം ചെയ്യപ്പെടണം. അപ്പോഴേ വഖഫിൻ്റെ ഉദ്ദേശം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വീണ്ടും പഴയ എന്ത് കാരണത്താലാണോ വഖഫ് ഉണ്ടാക്കിയത് അക്കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് സംഭവിക്കുക. അള്ളാഹു കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാഹും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.